നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അസാധാരണമായ ഒരു കാലാവസ്ഥയായിരിക്കും ഇനി മുതൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. UV ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു തെക്കൻ ജില്ലകളൊക്കെ തന്നെ. കനത്ത വെയിൽ തന്നെയാണ് അരിച്ചിറങ്ങുന്നത്. അതിനിടയിൽ ജീവന് തന്നെ ആപത്താകുന്ന രീതിയിലുള്ള വില്ലൻ അൾട്രാ വയലറ്റ് രശ്മികളടക്കം പുറത്തു വരുന്നു എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നത്. മറുഭാഗത്ത് ഇനിയുള്ള ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത. അതിലും വില്ലനായി നിൽക്കുന്നത് ശക്തമായ കാറ്റും ഇടിമിന്നലും അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടും. പതിവ് കാലാവസ്ഥാ രീതികളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴ കിട്ടുന്ന സാഹചര്യത്തിൽ പകല് ലഭിക്കുന്ന ചൂടിന് കാര്യമായ ആശ്വാസമില്ല എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്ത് പകല് കനത്ത ചൂട് അരിച്ചിറങ്ങുമ്പോൾ വൈകുന്നേരങ്ങളിൽ കനത്ത മഴയായിരിക്കും ചില മേഖലകളിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ചൂട് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിനു പുറമെ അന്തരീക്ഷത്തിലെ UV കിരണങ്ങളുടെ തോത്, അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോത് ഉയർന്നു തന്നെ നിൽക്കുന്നു. അതാണ് ഭയപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും പ്രത്യേക മുന്നറിയിപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് പരിശോധിച്ചായിരിക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുക. വേനൽ മഴ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴ ഇന്ന് എന്തായിരുന്നാലും സംഭവിക്കും. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 26-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 27-ാം തീയതിയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത്. മാർച്ച് 27-ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനങ്ങൾ പാലിക്കേണ്ട മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ജനലും വാതിലും അടച്ചിട്ട് വീടിനുള്ളിൽ ഇരിക്കുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. കൂടാതെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് ഇടിമിന്നലിനെ കുറിച്ച് അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ പറഞ്ഞ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം മുൻകരുതൽ നടപടികളിൽ നിന്നും സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് നാം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കാൻ ശ്രമിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളത് ഓർക്കാം. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയാണ് ഉചിതം. മഴക്കാർ കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് ഒരു കാരണവശാലും പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കുകയും വേണം. ഒപ്പം പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. തുറസായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇടിമിന്നലുള്ള സമയം പുറത്തയയിൽ കിടക്കുന്ന നനഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കുക. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാവുന്നതാണ്. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാനായി സാധിക്കും. ഇനി മറുഭാഗത്ത് മഴ പെയ്യുമ്പോൾ ഇടിമിന്നൽ ആഞ്ഞടിക്കുമ്പോൾ
വേനൽ ചൂടും കടുക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ഭാഗത്ത് കാണുന്നത്. ചൂടിൻ്റെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്നാണ് സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത്. തീർച്ചയായും കൂടുതൽ സമയം ഈ അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേറ്റാൽ സൂര്യതപത്തിനും ത്വക്ക് രോഗത്തിനും നേത്രരോഗങ്ങൾക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും എന്തിനേറെ പറയുന്നു മരണം വരെ സംഭവിച്ചേക്കാം. ചൂടിന് പുറമെ അന്തരീക്ഷത്തിലെ ഈ UV കിരണങ്ങളുടെ തോത് ഉയർന്നു തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ചും കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന UV ഇൻഡെക്സ് എന്നുള്ളത് 6 ആണ്. ആലപ്പുഴയിൽ 5 UV ഇൻഡെക്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. UV ഇൻഡെക്സ് 5 ആണ് ഏറ്റവും പരമാവധിയായി പറയാൻ സാധിക്കുന്നത്. 5-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിലെ UV ഇൻഡെക്സ് കണക്കുകൾ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. UV ഇൻഡെക്സ് 4 രേഖപ്പെടുത്തിയ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളും, 3 രേഖപ്പെടുത്തിയ കണ്ണൂരും, 2 രേഖപ്പെടുത്തിയ കാസർഗോഡും, 0 രേഖപ്പെടുത്തിയ എറണാകുളം ജില്ലയുമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ അപകടകരമായ തോതിന് താഴെയുള്ളത്. വെയിലിനൊപ്പം എത്തുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ വികിരണത്തെയാണ് UV എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയും വായുമണ്ഡലവും ജലതന്മാത്രകളും എല്ലാം കടന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഇവ ശരീരത്തിൽ വൈറ്റമിൻ D നിർമ്മിക്കാൻ നല്ലതാണെങ്കിൽ പോലും അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ ഇതും ഏറെ മാരകമാണ്. പകൽ 10 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിലൂടെ പറയുന്നത്. പുറംജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിച്ചിരിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, അതായത് ഏറ്റവും അധികം UV കിരണം പതിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിളപ്പിൽശാലയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയും, പത്തനംതിട്ടയിൽ കോന്നിയും, ആലപ്പുഴയിൽ ചെങ്ങന്നൂരും, കോട്ടയത്ത് ചങ്ങനാശ്ശേരിയും, എറണാകുളത്ത് കളമശ്ശേരിയും, തൃശൂർ ഒല്ലൂരും, പാലക്കാട് തൃത്താലയും, കോഴിക്കോട് ബേപ്പൂരും, വയനാട് മാനന്തവാടിയും, കണ്ണൂർ ധർമ്മടവും, കാസർഗോഡ് ഉദുമ എന്നിവിടങ്ങളിലാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ UV നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത്. പൊതുജനങ്ങൾ അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതൽ നടപടികൾ ഇതിൻ്റെ ഭാഗമായും സ്വീകരിക്കേണ്ടതുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തും. അതുകൊണ്ട് ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാനായി പരമാവധി ശ്രദ്ധിക്കണം. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിൽ പോലും ഉയർന്ന UV സൂചികയുണ്ടാകാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങളിൽ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നു തന്നെയായിരിക്കും ഇരിക്കുക. ജനങ്ങൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന മുന്നറിയിപ്പാണ് ഈ അവസരത്തിൽ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത.